നമസ്കാരം. പ്രഭാഷണം തുടരാണ്. ഇവിടുത്തെ എയറോൺ വിൽക്കുന്ന കടകൾക്കെതിരെയും അത് പിടിപ്പിച്ചു കൊടുക്കുന്ന വർക്ക്ഷോപ്പുകൾക്കെതിരെയും ഉള്ള നടപടി MED തുടങ്ങാണ്ട. അതായത് എയറോൺ വിറ്റ കടകൾക്ക് കേസ്, പിടിപ്പിച്ചു കൊടുത്ത വർക്ക്ഷോപ്പുകാരന് കേസ്. നിങ്ങളോട് ഈ പ്രിയപ്പെട്ട MED സുഹൃത്തുക്കളെ ഒരു കാര്യം ചോദിക്കാനാണ്. ആ ലൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും, രാത്രി വരുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ നടുക്ക് എന്ന് നിൽക്കണ ഒരു പ്രതീതി കിട്ടുന്ന ആ ലൈറ്റുകൾ, എന്തെങ്കിലും ഒരു ആക്ഷൻ അതിനെതിരെ നടക്കുമോ? ഇല്ല അല്ലേ? അത് കാരണം അത് വലിയ വലിയ കമ്പനികൾ അതിനകത്ത് വെച്ച് വിടുന്നതാണല്ലോ അല്ലേ. അവിടെ നിന്ന് എന്ത് കേസെടുക്കാനല്ലേ? ഇതാകുമ്പം പാവപ്പെട്ട വർക്ക്ഷോപ്പുകാരുടെ കഞ്ഞിൽ മണ്ണ് വാരിയിടാം, അതുപോലെ കടക്കാരുടെ കഞ്ഞിൽ മണ്ണ് വാരിയിടാം. ഇതൊക്കെ ഉള്ള നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ആക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള റോഡിലുള്ള നിയമലംഘനത്തിന് പുറമെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എത്രയോ ആക്സിഡൻറ്റ് രാത്രി നടക്കുന്നുണ്ട്. ആക്സിഡൻറ്റ് നടക്കുമ്പം ചെന്ന് കയറി, നിയന്ത്രണമില്ലാതെ ചെന്ന് കയറി എന്നുള്ള ഒറ്റ വാക്കിൽ തീർക്കാറുള്ളൂ. ഈ ലൈറ്റ് കണ്ണിലടിച്ച് അവൻ്റെ കാഴ്ച മങ്ങിയതല്ലേ, അവൻ പൊട്ടനെ പോലെ ഒന്ന് കയറിയതാണെന്ന് ആരും പറയാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ ഈ ലൈറ്റിനെതിരെ ഒരു ആക്ഷൻ എടുക്കുക. ആദ്യം തന്നെ ഈ ലൈറ്റ് വിൽക്കണം, ഇപ്പോൾ എയറോൺ വിൽക്കണ കടകൾക്കെതിരെ ആക്ഷൻ എടുക്കുമ്പം കൂട്ടത്തിൽ ലൈറ്റിൻ്റെ കൂടെ കാര്യം നോക്കൂ. അല്ലെങ്കിൽ ആ ലൈറ്റ്, അങ്ങനെയുള്ള ലൈറ്റുകൾ നിരോധിക്കും. ഇതിപ്പോൾ പണ്ട് മീൻ വിഷമെന്ന് പറഞ്ഞൊരു കിറ്റ് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ കിറ്റും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ എവിടെ പോയെന്നൊരു ഒരു പിടുത്തമില്ല. കിറ്റുകൾ വേറെയാണ് വന്നത്, ആ കിറ്റല്ല വന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിരോധനം, ഇതും അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അപ്പോൾ ഈ ലൈറ്റിൽ നിന്നും ആളുകളെ രക്ഷിക്കൂ. എയറോൺ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാമെങ്കിൽ ചെയ്യൂ. ഈ ലൈറ്റുകൾ ഭയങ്കര ഭീമമായ, ഞാൻ പറഞ്ഞില്ലേ, തൃശ്ശൂർ പൂരത്തിൻ്റെ നടുക്ക് എന്നിട്ട് നോക്കിയാൽ നമ്മളെല്ലാം അന്ധന്മാരായി പോകുന്നിരിക്കണം. അതേപോലുള്ള ലൈറ്റ് രാത്രി വണ്ടി ഓടിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അതിനെതിരെ ഒരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കൂ എന്ന് മാത്രമേ പറയാൻ കേട്ടോ.